സമകാലിക കേരളത്തിലെ കൗമാരത്തെ വിശിഷ്യ വിദ്യാർത്ഥി സമൂഹത്തെ ഏറ്റവും മാരകമായി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിപത്താണ് ഡ്രഗ് അഡിക്ഷൻ. വിദ്യാർത്ഥികൾക്ക് അവരുടെ ക്യാമ്പസ് ജീവിതത്തെക്കുറിച്ച് അതിൽ സംഭവിച്ചു പോകുന്ന ഇത്തരം വിപത്തിനെ കുറിച്ച് ഒരു നേർക്കാഴ്ച നൽകുക എന്നുള്ളതാണ് ഈ ഒരു ഷോർട്ട് ഫിലിം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഇത് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കണ്ണ് തുറപ്പിക്കട്ടെ എന്നും അവർക്ക് നല്ലൊരു അനുഭവം ഇതിലൂടെ പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചൊടികളിൽ നിന്ന്. ചേട്ടാ, ഈ നവകേരള സ്കൂളിലേക്കുള്ള വഴി എങ്ങനെയാ? നവകേരളല്ലേ? ഇവിടുന്ന് നേരെ പോയാ ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടുന്ന് വലത്തോട്ട് എരിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയാ ഇപ്പറഞ്ഞ സ്കൂള്. ശരി ചേട്ടാ. സാറേ, ഇവിടെ ഇരിക്കും. സാറേ, ഇവിടെ എവിടെയെങ്കിലും ജെൻസ് ഹോസ്റ്റലുണ്ടോ? സിറ്റിയിലൊന്നുണ്ട്. ഞാൻ സാറിനെ ഇന്ന് വൈകുന്നേരം കാണിക്കാം. സാറേ, ഞാൻ വരുന്ന വഴി ഒരു പയ്യന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ളൊരു ഫ്ലക്സ് കണ്ടല്ലോ. അത് നമ്മുടെ ആ ഗേറ്റിന്റെ പുറത്തുള്ള ഫ്ലക്സ് അല്ലേ? അതെ അതെ. സാറിന് അറിയാവനെ ഇത്ര ചെറുപ്രായത്തിൽ ആ പയ്യൻ എങ്ങനെ മരിച്ചു? സാറേ, അവൻ്റെ പേരാണ് കെവിൻ. അവന് +2 വരെ നമ്മുടെ സ്കൂളിലാണ് പഠിച്ചത്. പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നു. അവൻ്റെ അച്ഛൻ എൻ്റെ ഒരു നല്ല സുഹൃത്തു കൂടിയാണ്. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് ആ മരണവാർത്ത ഞങ്ങളെ തേടിയെത്തിയത്. അവസാനം അവൻ്റെ അച്ഛനുമായി സംസാരിച്ചപ്പോൾ ആ ഞെട്ടിക്കുന്ന വിവരം ഞങ്ങൾ അറിഞ്ഞു. ആരിത്? മജീദോ? കയറിയിരിക്കേ. എന്തു പറയണമെന്നറിയില്ല. എല്ലാം വിധി, അല്ലാതെ എന്തു പറയാൻ. വിധിയല്ലടോ, അതെൻ്റെ തെറ്റാണ്. അവനെ ഇവിടെ ഏതെങ്കിലും കോളേജ് വിട്ട് പഠിപ്പിച്ചാൽ മതിയായിരുന്നു. ആ നശിച്ച കൂട്ടുകെട്ട് കാരണമാണ് എനിക്ക് അവനെ നഷ്ടമായത്. സത്യത്തിൽ എന്താണെന്ന് സംഭവിച്ചത്? ചേട്ടാ, റൂം നമ്പർ അവിടെ പോയി നോക്കണം. കഞ്ഞി
ഹലോ. ഹലോ, ഇരിക്കും. ഗായകനാണ്. ഹേയ്, അങ്ങനൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ. നിങ്ങളെ പേരെന്താ? ഞാൻ ശ്യാം. നിന്റെ പേര്? ഞാൻ കെവിൻ. അളിയ, ഇത് കെവിൻ. എവിടെ സ്ഥലം? പെരുമ്പാവൂര്. കെവിന, ഇത് സണ്ണിച്ചൻ, നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും വലിയ കൂതറ. പോടാ പോടാ. എടാ ഇതൊക്കെ എന്താടാ? എടാ അവനെന്താ സിറിഞ്ച്? ഇതൊക്കെ എന്ത്? എടാ ഇവനൊക്കെ എന്തിനാ ഇങ്ങനെ പുക വലിക്കണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടാ. ഇതൊന്നും അല്ല മോനെ. അളിയ കെവിൻ, ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. ആ വാടാ. നിനക്കിതുപോലെ സ്വർഗം കാണണ്ടടാ. ഇതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാടാ. ഇതൊക്കെ ഒരു രസമല്ലേടാ. എടാ വേണ്ട പ്ലീസ്, എനിക്കൊന്നും വേണ്ട പ്ലീസ്. വെറുതെ വലിക്കടാ. എടാ കുഴപ്പമാവടാ. പിടിയടാ. വലിയടാ. വലിക്കല്ലേ? എടാ വലി. ഞങ്ങളല്ലടാ പറഞ്ഞത്, വലിച്ചു നോക്ക്. വെറുതെ ഒന്ന് വലിച്ചു നോക്കടാ. മനുഷ്യ മനസ്സിൽ ലയിച്ചു കിടക്കുന്ന അഗാധമായ സ്നേഹത്തെ കലാപരമായി ആവിഷ്കരിക്കുകയാണ് ആ സരസ്വതി വല്ലഭൻ ഈ കഥയിലൂടെ ചെയ്യുന്നത്. ആശാന്റെ തന്നെ പ്രതിരൂപമാണ് ഇതിലെ യോഗി. അഗാധമായ സ്നേഹത്തെ കലാപരം ആ സരസ്വതി വല്ലഭൻ ഈ കഥയിലൂടെ ചെയ്യുന്നു.
കാലത്തിന്റെ മാത്രം കഥയല്ല, എല്ലാ കാലഘട്ടങ്ങളുടെയും കഥയാണ്. ആ ലാസ്റ്റ് ബെഞ്ചിരിക്കണ 3 പേരും എഴുന്നേറ്റേ. ഉറങ്ങാനാണോ ക്ലാസ്സിലോട്ട് വരുന്നത്? ഞങ്ങൾ ഉറങ്ങായിരുന്നില്ല മാഡം. നിന്റെയൊക്കെ കണ്ണു ചുവന്നിരിക്കുന്നല്ലോ. ഞങ്ങള് ചിന്തിക്കായിരുന്നു. എന്നാ ഇനി മക്കള് പുറത്തു പോയി ചിന്തിച്ചാ മതി. പൊക്കോ, ഔട്ട്. പഠിക്കാനുള്ള വരവാ, എന്നിട്ട് ക്ലാസ്സിലിരുന്ന് ഉറക്കാം. ആ, നമ്മളെവിടെയാ പറഞ്ഞു നിർത്തിയത്? ഇതൊക്കെ എന്ത്? ഹായ് ഹായ്. കെവിൻ, ഒരു മിനിറ്റ്. ഞങ്ങളോട് പറഞ്ഞിട്ട് പോയാ മതി. മനസ്സിലായി, മനസ്സിലായി. അളിയാ, ഇത് സാധാരണ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് തോന്നുന്നില്ല. ഇത് കൈവിട്ട് പോവും. കെവിൻ, കെവിൻ, എന്ത് പറ്റിയടാ? എടാ ഞാനൊരു വണ്ടി അറേഞ്ച് ചെയ്യാം. ആ വരൂ, ഇരിക്കൂ. എന്തു പറ്റി? സാറേ, ഇവനൊരു നെഞ്ചുവേദന, പെട്ടെന്ന് തളർന്നു വീണു. കുറച്ച് മുമ്പായിരുന്നു സംഭവം. ഞാനൊന്ന് നോക്കട്ടെ. ഒന്ന് ശ്വാസം വലിക്കൂ. പേര്? കെവിൻ. വയസ്സ്? 21. ഞാൻ കുറച്ച് മരുന്നുകൾ എഴുതുന്നുണ്ട്, 1-2 ടെസ്റ്റുകളും. അടുത്ത ആഴ്ച റിസൾട്ടുമായി വന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ? ഇല്ല, ടെസ്റ്റ് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ. ഡോക്ടർ, റിസൾട്ട്. കെവിൻ, കെവിൻ, അളിയ, പാട്ടം പൊളിച്ചല്ല. ഒരു ക്ലൈമാക്സിൽ ചാട്ടം കണ്ടിരുന്നോ? മോനെ, ഇവന്
പോവല്ലടാ പ്ലീസ് പോവല്ലേ. സണ്ണി ശ്യാം ഞാൻ എൻ്റെ പ്രശ്നങ്ങളെല്ലാം വീട്ടിലെ അച്ഛനോടും അമ്മയോടും അറിയിച്ചു. എന്നെ നാളെ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ അഡ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്. എങ്കിൽ ഞാനും വരണം, എനിക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടണം. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം. ലഹരി നിരോധിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങളിൽ പലർക്കും അറിയാമല്ലോ. നിങ്ങൾക്കെല്ലാവർക്കും അറിയുമായിരിക്കും കെവിൻ എന്ന നമ്മുടെ സ്കൂളിലെ ആ പൂർവ്വ വിദ്യാർത്ഥിയെ. ആ ചേട്ടൻ ഇത്രയും ചെറിയ പ്രായത്തിൽ എങ്ങനെ മരിച്ചു എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചോദ്യമാണ്. ലഹരി എന്ന വലയിൽപ്പെട്ട് ജീവിതം വെടിയേണ്ടി വന്ന കെവിൻ എന്ന യുവാവിൻ്റെ ഗതി നമുക്കാർക്കും വരാതിരിക്കാൻ നമുക്കൊരുമിച്ച് പ്രയത്നിക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ചൊരു പ്രതിജ്ഞ എടുക്കാം. പാൻ പരാഗ്, പാൻ മസാല, ഹാൻസ്, മദ്യം, മയക്കുമരുന്ന് എന്നീ ലഹരി വസ്തുക്കൾ ഞങ്ങൾ ഇന്നു മുതൽ ഒരിക്കലും ഉപയോഗിക്കില്ല എന്നും ഞങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉപയോഗിക്കുന്നത് അറിഞ്ഞാൽ അവരുടെ രക്ഷിതാക്കളെ അറിയിക്കുമെന്നും ഞങ്ങളുടെ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും മുമ്പിൽ വെച്ച് സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്.